ഹലോ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്ലൗസിലും അതുപോലെ തന്നെ കുട്ടികളുടെ ഫ്രോക്സിലുമെല്ലാം തന്നെ ഹുക്കും ഐ ബട്ടനും വെക്കാൻ വേണ്ടി എങ്ങനെയാണ് പടി വയ്ക്കുക എന്നാണ് കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത്. ഹുക്ക് വയ്ക്കാൻ വേണ്ടി 2 ഇഞ്ച് വീതിയിലുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഹുക്ക് വള്ളി വയ്ക്കാൻ വേണ്ടി 3 ഇഞ്ച് വീതിയിലുള്ള പീസും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഹുക്ക് വയ്ക്കാനുള്ള പടി വയ്ക്കാം. അപ്പോൾ രണ്ടാക്കി ഫോൾഡ് ചെയ്ത ശേഷം നല്ല വശത്ത് വെച്ചിട്ട് വേണം ഹുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പടി സ്റ്റിച്ച് ചെയ്തെടുക്കാനേ. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഞാനിവിടെ ഒരു 1/2 ഇഞ്ചോളം വിട്ടിട്ടുണ്ട്. അപ്പോൾ താഴെ ഭാഗത്തും അതുപോലെ 1/2 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. മുകൾ ഭാഗത്തേക്ക് എത്തുമ്പോൾ തുണി ഉള്ളിലേക്ക് മടക്കി ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെയാണ് നമ്മുടെ ഹുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പടി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ബാലൻസ് ഉള്ള ക്ലോത്ത് പീസ് എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഐ വയ്ക്കാൻ വേണ്ടി 3 ഇഞ്ച് വീതിയിലുള്ള പീസ് ഇതിൻ്റെ ഉള്ളിലാക്കി വേണം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഈ കാണുന്ന പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. മുകളിൽ 1/2 ഇഞ്ച് ഗ്യാപ്പ് കൊടുക്കുക, താഴെയും അതുപോലെ ഗ്യാപ്പ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതുപോലെ മറിച്ചെടുത്ത ശേഷം മുകളിലത്തെ പീസ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കുറച്ച് ഭാഗം പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ വെച്ചിട്ട് വേണം ഈ കാണുന്ന രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഹുക്ക് വള്ളി വരുന്ന ഭാഗം പുറത്തേക്ക് തള്ളിയാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഇതിന് മേളിലാണ് ഹുക്ക് വയ്ക്കുന്ന ആ പടി വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ വശവും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ടോപ്പ് സ്റ്റിച്ചും കൂടി ഇട്ടെടുക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ ഹുക്ക് വള്ളി ഡയറക്റ്റ് വയ്ക്കുന്നതല്ല കേട്ടോ. അപ്പോൾ ഹുക്ക് വള്ളി ഡയറക്റ്റ് നമുക്കിതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രോക്കിന് വേണ്ടിയിട്ടുള്ള പീസാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ താഴെ ഭാഗത്ത് ഒന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ താഴെ ഭാഗം സ്കേർട്ട് പീസുമായിട്ട് ജോയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൂടി ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഭാഗത്ത് ഹുക്ക് വള്ളിയും വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്ലോത്ത് നമ്മൾ മീഷോയിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. വേണ്ടവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ.